സഹൃദയരായ കലാസ്നേഹികളെ, ഇന്നത്തെ നമ്മുടെ കലാപരിപാടി ഒരു പ്രാർത്ഥനാ ഗീതത്തോടു കൂടി ആരംഭിക്കുകയാണ്. പോറ്റിയേ കേറ്റിയേ സ്വർണം ചെമ്പായി മാറ്റിയേ. ഒരു ലേശം മാറിക്ക്, ലേശം മാറിക്ക്. ഇതാണുള്ള കുഴപ്പം. ഒരു സംഗതി പറഞ്ഞു തീർക്കാൻ സമ്മതിക്കില്ല. ഇപ്പം അതാ ഒരു പാട്ട് പാടാൻ സമ്മതിക്കില്ല. പിന്നെ ഇത് നമ്മളെ മുത്താണ്, കൊളായി നാസറാക്ക. നാസർ കൊളായി എന്നും പറയും. രണ്ടായാലും സംഗതി ഇപ്പം മൊത്തം കൊളായി കിടക്കുകയാണ്. നാസറാക്ക ഈ കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൽ കാരശ്ശേരി ഡിവിഷനിൽ മത്സരിച്ചിരുന്നു. മത്സരിക്കുന്ന ആ സമയത്ത് തെരഞ്ഞെടുപ്പ് കാലത്ത് നാസറാക്ക FBയിൽ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തു. ആ ഫോട്ടോയുടെ മുകളിൽ നാസറാക്ക ഇങ്ങനെ എഴുതി വെച്ചു: ചരിത്രത്തിലാദ്യമായിട്ട് ഞാൻ എനിക്ക് വേണ്ടി വോട്ട് ചെയ്ത തെരഞ്ഞെടുപ്പ്. ഈ പോരാട്ടത്തിൽ എൻ്റെ നാക്കായവർ, എൻ്റെ മനസ്സായവർ, ഹൃദയത്തോട് ചേർത്ത് പിടിച്ചവർ, അക്ഷരങ്ങൾ കൊണ്ട് കൂട്ടായവർ, രാപ്പകലില്ലാതെ എനിക്കായി ഉറക്കമൊഴിച്ച് പ്രവർത്തിച്ചവർ, എണ്ണി എണ്ണി പറഞ്ഞാൽ എണ്ണം തീരാത്ത നിരവധി മനുഷ്യർ, നന്ദി എന്ന രണ്ടക്ഷരത്തിൽ ഒതുക്കാനാവാത്ത കടപ്പാട് എല്ലാവരോടും, മറക്കില്ല നിങ്ങളെ എന്ന വാക്കിലൊതുക്കുന്നു. അങ്ങനെ അതങ്ങട്ട് ആ വാക്കിൽ ഒതുങ്ങിപ്പോയി. ഇതാണ് സംഭവം. നാസറാക്ക തോറ്റു. പലവട്ടം പലരോട് തോറ്റിട്ടുണ്ട് നാസറാക്ക. തോൽവി ഏറ്റുവാങ്ങാൻ നാസറാക്കയുടെ ജീവിതം ഇനിയും ബാക്കി കിടക്കുന്നുണ്ട്. KT ജലീൽ വോട്ട് ചോദിച്ചിട്ടുണ്ട്. നല്ല ഗംഭീരൻ ഒരു കൊട്ടിക്കലാശം ഒക്കെ നടത്തിയിട്ടുണ്ട്. പലതും ചെയ്തു നോക്കിയിട്ടുണ്ട്. അതിന് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി, ജമാഅത്തെ ഇസ്ലാമിയെ കുറ്റം പറയൽ തൽക്കാലം നിർത്തിവെക്കുകയും ചെയ്തിരുന്നു. തെരഞ്ഞെടുപ്പ് കാലത്ത് പറയുന്നതിന് ചില പരിമിതികളുണ്ടായിരുന്നു ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ പ്രസംഗിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല, ചാനൽ ചർച്ചകളിൽ പങ്കെടുത്തിട്ടില്ല, ഇതുപോലെ വീഡിയോ ചെയ്ത് പ്രതികരിച്ചിട്ടുമില്ല. എന്തായിട്ടെന്താ, സംഗതി മൊത്തം അങ്ങോട്ട് കൊളായി. പിന്നെ ഇപ്പം നാസറാക്കെ തെരഞ്ഞെടുപ്പിൽ തോറ്റതിന് ശേഷം കൊടിയത്തൂർ എന്നുള്ളതെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഞങ്ങൾ FBയിൽ ഷെയർ ചെയ്ത് ഞാൻ കണ്ട്. ഒരു മുസ്ലിം ലീഗുകാരന് അവൻ്റെ ആവേശം പ്രകടിപ്പിക്കുന്ന ഒരു സംഗതി, കൊളായി നാസറേ എന്നൊക്കെ വിളിക്കുന്നൊരു സാധനം കേൾക്കുന്നുണ്ട്. ഞാൻ ബാക്കി എന്തെന്ന് ക്ലിയർ ആവുന്നില്ല. നിങ്ങളതിൽ എഴുതി വെച്ചത് ഇങ്ങളെയും അതുപോലെ കൊടിയത്തൂർ വേറെ ഏതോ ഒരാളെയൊക്കെ ഒരു കൊല്ലും എന്ന് ഭീഷണിയുണ്ട് എന്നൊക്കെയാണ്. അപ്പം ഞാനത് ആലോചിച്ച് നോക്കിയിട്ട്, നമ്മളൊരു സാധനം എപ്പോഴാണ് ഇല്ലാതാക്കൽ, അല്ലെങ്കിൽ ഒരു സാധനത്തിന് ഒരു മനുഷ്യനെയോ അല്ലെങ്കിൽ ഒരു ജീവിനെ കൊല്ലലെപ്പോഴാ, അതിനെക്കൊണ്ട് നമുക്ക് എന്തെങ്കിലും ദ്രോഹം ഉണ്ടാകുമ്പോഴാണല്ലോ. നമുക്കത് എതിരെ വരുന്നുണ്ട്, പ്രശ്നമാകും എന്ന് കണ്ടാൽ നമ്മൾ ആ സാധനം ഇല്ലാതാക്കും, ചിലപ്പോൾ കൊല്ലും, അങ്ങനെയൊക്കെ ചെയ്യും. അതല്ലെങ്കിൽ പിന്നെ അതിനെക്കൊണ്ട് നമുക്കൊരു ഗുണവും ഇല്ലാത്ത സംഗതിയാണെങ്കിൽ അതും ചിലപ്പോൾ നമ്മൾ കളയും. ചില സാധനം ഉപയോഗിച്ച് ഇനി അങ്ങനെ കൊണ്ട് കാര്യമല്ല എന്ന് വന്നാൽ നമ്മളതിന് കളയും. പക്ഷെ ഇവിടെ സംഗതി അത് രണ്ടുമല്ല. കൊടിയത്തൂർ പഞ്ചായത്തിൽ, കാരശ്ശേരി പഞ്ചായത്തിൽ ഒക്കെ ഇങ്ങളെ കൊണ്ട് ഒരുപാട് ഗുണം കിട്ടിയിട്ടുണ്ട് ഈ UDFന്, അതുപോലെ വെൽഫെയർ പാർട്ടിക്ക്, മുസ്ലിം ലീഗിനൊക്കെ. അപ്പോൾ അങ്ങനെ ഗുണം കിട്ടുന്ന നിങ്ങളെ ഓരോന്നും കാട്ടൂലല്ലോ. എങ്ങനെ ഗുണം കിട്ടിയത് നിങ്ങൾ ചോദിക്കും. അതായത് നിങ്ങൾ ഇടക്കിടക്ക് ഇങ്ങനെ ജമാഅത്തിന് ഇങ്ങനെ കുറ്റം പറയുമല്ലോ, എല്ലാത്തിൻ്റെയും പിന്നീട് ജമാഅത്തെ ഇസ്ലാമി ആണെന്ന് പറയുന്ന സംഗതി അത് പോയിട്ട് മനുഷ്യന്മാരെ മനസ്സിൽ കൊള്ളുന്നുണ്ട്. നിങ്ങൾ പറയുന്ന പല സംഗതികളും പക്ക പൊട്ടത്തരങ്ങളാണ്, അതിലൊന്നും വലിയ കാമ്പില്ല എന്ന് ജനം മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. അത് UDFന്, വെൽഫെയർ പാർട്ടിക്ക്, ലീഗിനൊക്കെ ഗുണം ആണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങളെ കൊണ്ടൊരു ദ്രോഹമല്ല, എന്നാലും ഗുണമുണ്ട്. അപ്പോ ഓരോ ചെയ്യോ? സംഗതി ദ്രോഹം ചെയ്യാണ് നമ്മളെ പാർട്ടിക്ക് എതിരെ വരികയാണെങ്കിൽ നമ്മൾ ചെയ്യും. നമ്മൾ കണ്ണൂരൊക്കെ ചെയ്യലുണ്ട്. ഇപ്പൊ TPനെ നമ്മൾ ശരിയാക്കിയല്ലോ, അരിയിൽ ചുക്കൂർ നമ്മൾ ശരിയാക്കിയല്ലോ. ഇങ്ങനൊക്കെ ആണെങ്കിൽ അല്ലാതെ നിങ്ങളെ കൊണ്ടിപ്പോ ഞാൻ പറഞ്ഞല്ലോ, ഒരു ദ്രോഹവും നിങ്ങളെ കൊണ്ട് ഓർക്കില്ല, എന്നാലാണ് ഒരുപാട് ഗുണം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നാസറാക്ക നിങ്ങൾ ധൈര്യമായിട്ട് തോന്നി, ഒരു ലീഗുകാരനും ഒരു വെൽഫെയർ പാർട്ടിക്കാരനും ഒരു UDFകാരനും നിങ്ങളെ കൊല്ലാൻ വരൂല, ഒരു നിങ്ങളെ പോറ്റും. ഇനി നമുക്ക് കേരളത്തിൽ മൊത്തം LDF പാറിപ്പോയ കഥ പറയുന്നതിന് മുന്നേ നിങ്ങളെ പഴയ കലാപരിപാടി വീണ്ടും തുടങ്ങിയത് ഞാൻ കണ്ട്, ഒരു വീഡിയോ കണ്ട്.
അപ്പൊ നമുക്ക് അതൊന്ന് പറഞ്ഞിട്ട് മൊത്തം കേരളത്തിന്റെ കഥ പറയാം. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഈ ദാവൂദ് പറഞ്ഞൊരു കാര്യമുണ്ട്. ദാവൂദ് ഇത് കേൾക്കണം. ദാവൂദ് എന്താ പറഞ്ഞത്? പഹൽഗാമിലെ സ്ഫോടനം നടത്തിയത് ജമാഅത്തെ ഇസ്ലാമിയാണ് എന്ന് കമ്മ്യൂണിസ്റ്റുകാർ പ്രചരിപ്പിക്കുന്നുണ്ട്. ഇന്ത്യയിലെ തീവ്രവാദികളൊക്കെ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ടതാണ്, അവരുടെ സെട്ടിയാണ് എന്ന് കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നുണ്ട് എന്നാണ് ദാവൂദ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ദാവൂദ് പറഞ്ഞു കേട്ട ചില മനസ്സുകളൊക്കെ അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റുകാർ ഇങ്ങനെ വെറുതെ പറയണം ജമാഅത്തെ ഇസ്ലാമി തീവ്രവാദി ഗ്രൂപ്പുകളായിട്ട് ബന്ധമുണ്ട് എന്നതിന് എന്ത് തെളിവാണ് എന്നൊക്കെ ചോദിക്കും. നിക്ക് നിങ്ങൾ ഇങ്ങനെ ഒരുപാട് നീട്ടി പറയേണ്ട കാര്യമല്ല. നിങ്ങൾക്ക് എന്താ വേണ്ടത് വെച്ചാൽ അതിന്റെ കാമ്പ് ഇങ്ങോട്ട് ചോദിച്ചോളി, അത് തരാം, മറുപടി തരാം. ഇതേ പ്രബോധനത്തിന്റെ ലേഖനത്തിൽ വന്ന വരികളാണ് ഞാൻ ഈ വായിക്കുന്നത്. ചിലപ്പോൾ ഇത് എന്നെ കാണുന്നവർക്ക് വ്യക്തമായി വായിക്കാൻ കഴിഞ്ഞില്ല എന്ന് വരാം. പക്ഷെ ഞാൻ ഈ പറയുന്ന ഈ സാധനം ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രബോധനത്തിൽ ഉള്ളതാണോ അല്ലേ എന്ന് ദാവൂദ് പറ. അല്ലെങ്കിൽ ആണായി പിറന്നവനാണെങ്കിൽ ദാവൂദ് തെളിയിക്ക് ഞാൻ പറയുന്നത് കള്ളാണ്, ഇത് പ്രബോധനത്തിൽ ഉള്ളത് അല്ല എന്ന് ദാവൂദ് തെളിയിക്ക്. അതും വെല്ലുവിളിയാണ്. എന്താ ഇതിൽ പറഞ്ഞത്? അതിലേക്ക് കിടക്കാം നമ്മൾ. അവർ പറയാണ്, തായ്വരയിൽ തീവ്രവാദി പ്രവർത്തനം ശക്തിപ്പെട്ടതിനു ശേഷം ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വാധീനം വർദ്ധിച്ചിട്ടുള്ളതായി പറയപ്പെടുന്നു. തായ്വരയിലെ ഏറ്റവും ശക്തമായ തീവ്രവാദി ഗ്രൂപ്പുകളിലൊന്നായ ഇസ്ബുൽ മുജാഹിദീൻ ജമാഅത്തെ ഇസ്ലാമി അനുകൂല ഗ്രൂപ്പാണ്. ഇതിനു പുറമെ അള്ളാ ടൈഗേഴ്സ് എന്ന ഒരു സംഘത്തിനും ജമാഅത്ത് നേതൃത്വം നൽകിയിട്ടുണ്ട്. അടുത്ത പാരഗ്രാഫിന്റെ ആദ്യത്തെ വരി ഇങ്ങനെയാണ്: വിവിധ തീവ്രവാദി ഗ്രൂപ്പുകളെ ഏകോപിപ്പിക്കുന്നതിലും ജമാഅത്തിന്റെ പങ്ക് പ്രധാനമാണ്. ബാക്കി പറയാം. സംഗതി ജമാഅത്ത് ഇസ്ലാമിക്കാർ ഇതിൽ കുടുങ്ങൂട്ടോ, ഇതൊരു പ്രശ്നമാണ്. ഞാൻ ആ പ്രബോധനം കണ്ടു. ആ പ്രബോധനത്തിന്റെ സ്പെഷ്യൽ പതിപ്പ് കിട്ടാൻ വേണ്ടി ഞാൻ കുറച്ച് ഇടങ്ങറായി, കുറച്ച് നടന്ന് അവസാനം സംഗതി കിട്ടി. ഞാനത് വായിച്ചു നോക്കി. സംഭവം ഉണ്ട്, നാസറാക്ക പറഞ്ഞ സാധനമുണ്ട്. ഞാനും ഞെട്ടി. പക്ഷേ അങ്ങനെയല്ല, ഞാൻ ഞെട്ടിയത് വേറൊരു കുഴപ്പമാണ്. ഇത് വായിച്ചു നോക്കിയപ്പോൾ ഇതിനകത്ത് പാകിസ്ഥാൻ ജമാഅത്തെ ഇസ്ലാമിനെ പറയുന്നുണ്ട്, ശ്രീലങ്കൻ ജമാഅത്തെ ഇസ്ലാമിനെ പറയുന്നുണ്ട്, ബംഗ്ലാദേശ് ജമാഅത്തെ ഇസ്ലാമിനെ പറയുന്നുണ്ട്, കാശ്മീർ ജമാഅത്തെ ഇസ്ലാമിനെ പറയുന്നുണ്ട്. ഈ കാശ്മീർ ജമാഅത്തെ ഇസ്ലാമി തന്നെ ഒന്നല്ല രണ്ടെണ്ണം, അതൊക്കെ ഇതിൽ പറയുന്നുണ്ട്. അതായത് ആസാദ് കാശ്മീർ എന്ന് പറഞ്ഞൊരു സംഗതി വേറെ, പിന്നെ ജമ്മു കാശ്മീർ എന്ന് പറഞ്ഞ വേറെന്ന്. ഇത് രണ്ടും വേറെ വേറെ, രണ്ട് സ്ഥലത്തും വേറെ വേറെ ജമാഅത്ത് ഇസ്ലാമിയല്ലേ. ഇതൊക്കെ വളരെ കൃത്യമായിട്ട് ഇതിൽ പറയുന്നുണ്ട്. അപ്പം അത് കണ്ടപ്പോൾ ഞാൻ ഞെട്ടി. അല്ലാണ്ട് നിങ്ങളാ പറഞ്ഞ നാസറാക്ക ഞെട്ടണ ഞെട്ടല്ല ഞെട്ടി. ഇതിൽ കുറേ സംഗതി പറയുന്നുണ്ട്, ജമാഅത്തിന്റെ ചരിത്രം പറയുകയാണല്ലോ. അപ്പം അതിലിങ്ങനെ വ്യത്യസ്ത സ്ഥലങ്ങളിലുള്ള ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് പരിചയപ്പെടുത്തുന്നതിന് തൊട്ട് മുന്നേ ആയിക്കൊണ്ട് ഒരു പേജിൽ ഇന്ത്യയുടെ ഒരു ഭൂപടം കൊടുത്തിട്ടുണ്ട്. അതിന് താഴെ ഒരു കുറിപ്പ് കൊടുത്തിട്ടുണ്ട്. ആ കുറിപ്പ് കണ്ടോ, ഞാൻ ശരിക്കും കാണിച്ചത്. നിങ്ങൾ ആ വീഡിയോയിൽ വാസറക്കെ നിങ്ങൾ ആ വീഡിയോ പറഞ്ഞില്ലേ, ഇത് ചിലപ്പം പ്രേക്ഷകർക്ക് കാണാൻ കഴിയില്ലാന്ന് പറഞ്ഞല്ലോ. അങ്ങനെയല്ല, നല്ല കാണുന്ന കോലത്തിൽ ഞാൻ കൃത്യമായി കാണിച്ചതാ. നോക്കി, അത് വായിച്ചു നോക്കി. ഇതിൽ പറയാണ്, ഇന്ത്യ വിഭജനത്തെ തുടർന്ന് പാകിസ്ഥാനിലേക്ക് പോയ മൗലാന മൗദൂദിയും കൂട്ടരും ലാഹോർ കേന്ദ്രമാക്കി പാകിസ്ഥാൻ ജമാഅത്തെ ഇസ്ലാമി രൂപീകരിച്ചു. ഇന്ത്യയിൽ അവശേഷിച്ച ജമാഅത്ത് അംഗങ്ങൾ മൗലാന അബുല്ലൈസ് ഇസ്ലാഹിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിക്ക് രൂപം നൽകി. ജമ്മു കാശ്മീരിലും ആസാദ് കാശ്മീരിലുമുള്ള പ്രവർത്തകർ കണ്ടോ, ജമ്മു കാശ്മീരിലും ആസാദ് കാശ്മീരിലുമുള്ള പ്രവർത്തകർ ഈ രണ്ട് സംഘടനയിലും ചേരാതെ പ്രത്യേകം ജമാഅത്തുകൾ സ്ഥാപിക്കുകയാണുണ്ടായത്. ശ്രീലങ്കയിൽ വിഭജനത്തിന് മുമ്പ് തന്നെ ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തനം തുടങ്ങിയിരുന്നു. 1971 പാകിസ്ഥാൻ വിഭജിക്കപ്പെട്ടപ്പോൾ ബംഗ്ലാദേശിലെ ജമാഅത്ത് പ്രവർത്തകർ ബംഗ്ലാദേശ് ജമാഅത്തെ ഇസ്ലാമിക്ക് രൂപം നൽകി. ഇങ്ങനെ ഇപ്പോൾ ഭൂഖണ്ഡത്തിൽ ഇങ്ങനെ ഇപ്പോൾ ഭൂഖണ്ഡത്തിൽ ജമാഅത്തിന്റെ ആദർശവും ലക്ഷ്യവും സ്വീകരിച്ച 6 സംഘടനകൾ പ്രവർത്തിക്കുന്നു. ഓരോന്നിനും നിങ്ങൾ ശരിക്കും തത്തോളി, ഓരോന്നിനും ഇത് ഈ 6 എണ്ണയിൽ ഓരോന്നിനും സ്വതന്ത്രമായ ഘടനയും പ്രവർത്തന ശൈലിയുമാണുള്ളത്. ഓരോന്നിനും സ്വതന്ത്രമായ ഘടനയും പ്രവർത്തന ശൈലിയുമാണ് ഉള്ളത്. ഇതിലുണ്ട്. ഇത് പറഞ്ഞു വെച്ചതിന് ശേഷം പാകിസ്ഥാൻ ജമാഅത്ത് ഇസ്ലാമിനെ കുറിച്ചാണ് ആദ്യം പറയുന്നത്. പിന്നെ അതിൽ കാശ്മീർ ജമാഅത്ത് ഇസ്ലാമി പറയുന്നുണ്ട്, ബംഗ്ലാദേശ് ജമാഅത്ത് ഇസ്ലാമിനെ കുറിച്ച് പറയുന്നുണ്ട്, ശ്രീലങ്കൻ ജമാഅത്ത് ഇസ്ലാമിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഓരോ ജമാഅത്തെ ഇസ്ലാമികളെ കുറിച്ച് പറയാണ്. അക്കൂട്ടത്തില്
കാശ്മീർ ജമാഅത്തെ ഇസ്ലാമിനെ പറഞ്ഞ കൂട്ടത്തിലുള്ള ഒരു ഭാഗമാണ് നാസറാക്ക അങ്ങോട്ട് ഹാലളകി വായിച്ചത്. ദാവൂദിനോട് ആപ്പടാ കൊപ്പടാ കൊപ്പടാ എന്ന് പറഞ്ഞ ചാടിയില്ലേ. ഈ സാധനം നാട്ടിലുണ്ട്. ഇതൊക്കെ ഒന്ന് എടുത്ത് വായിച്ചു നോക്കിയൂടെ. ഇത് പ്രശ്നം വെച്ചാൽ ഞാൻ വേറെ സാധനം കാണിച്ചാൽ അതാ ഇതൊന്നും നോക്കി. വെൽഫെയർ പാർട്ടിയോട് വെൽഫെയർ പാർട്ടിയെ കുറിച്ച് ചോദിച്ചാൽ ജമാഅത്തെ ഇസ്ലാമിയോട് ചോദിക്കണം എന്ന് പറയില്ല. ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് വെൽഫെയർ പാർട്ടിയോട് ചോദിച്ചാൽ ജമാഅത്തെ ഇസ്ലാമിയോട് ചോദിക്കണം എന്ന് പറയും. ജമാഅത്തെ ഇസ്ലാമിയോട് വെൽഫെയർ പാർട്ടിയെ കുറിച്ച് ചോദിച്ചാൽ വെൽഫെയർ പാർട്ടിയോട് ചോദിക്കണം എന്ന് പറയും. ജമാഅത്തെ ഇസ്ലാമിയോട് ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് ചോദിച്ചാൽ വെൽഫെയർ പാർട്ടിയോട് കുറിച്ച് ചോദിക്കണം എന്ന് പറയില്ല. അപ്പം ഞാൻ ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ എന്നുള്ള അർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ചുള്ള ഏത് ക്വസ്റ്റ്യനും കൂടി ചോദിച്ചു. നിങ്ങൾക്ക് എന്തോ തിരിഞ്ഞോ? അതിന് രസമുള്ള വേറെ സംഭവം ഉണ്ട്. നമ്മുടെ പപ്പു പണ്ട് മോഹൻലാലോട് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, താൻ ആരാണെന്ന് തനിക്കറിയില്ലെങ്കിൽ താൻ എന്നോട് ചോദിക്കും. ഇത് ഇതുപോലത്തെ ഒരു സംഗതി പറഞ്ഞത്. ഇത് മനസ്സിലാവണമെങ്കിൽ ഈ പറഞ്ഞ സാധനത്തിന് മുമ്പുള്ള ഒരു ചോദ്യമുണ്ട്. ഇത് മുജീബ് റഹ്മാനോട് പത്രക്കാർ ചോദിച്ചപ്പോ അതിന് മറുപടി പറയുന്നതാ. ആ ചോദ്യം കേൾക്കാതെ ഈ മറുപടി മാത്രം കേട്ടാൽ അന്തം വിട്ടു പോകും. നാസറാക്കിന്റെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഒരു ബുക്കുകൾ മറച്ചു വെക്കും. അതിൽ എന്നിട്ട് എവിടെയാണോ ജമാഅത്തിന് എതിര് പറയാൻ പറ്റിയ എന്തെങ്കിലും ഒരു കഷ്ണം കിട്ടുന്നത് അതും കിട്ടും, വലിച്ചങ്ങോട്ട് കിട്ടും. ഇത് നാസറാക്കിന്റെ മാത്രം പ്രശ്നമല്ല കേട്ടോ. ഇത് ചേന്നൂർ, കാരശ്ശേരി ഒക്കെ ഉള്ള ചില ആൾക്കാർക്കൊക്കെ ഉള്ള പ്രശ്നമാണിത്. അതുപോലെ മാത്രം പറയണ്ട, കേരളത്തിൽ മൊത്തം ഈ സംഗതി ഉണ്ട്. കേരളത്തിലുള്ള ഇന്ത്യയിലൊക്കെ തന്നെ ഈ കളി നടക്കുന്നുണ്ട്. മധു സാഹിബിന്റെ പുസ്തകം ഏതൊന്ന് മറിച്ച് വെക്കുക, എന്നിട്ട് അതിലിങ്ങനെ ഭൂതകണ്ണടി വെച്ച് നോക്കും എവിടെയാണ് കിട്ടുക, അതിന് പിടിച്ച്. എന്നാല് RSSന്റെ നേതാക്കന്മാർ പണ്ട് എഴുതി വെച്ച ചില ബുക്കുകളൊക്കെ ഉണ്ടല്ലോ, അതൊന്ന് എടുത്തു വെച്ച് വായിച്ചു നോക്കിയിട്ട് അതിൽ പറഞ്ഞ സംഗതി കൃത്യമായിട്ട് പറയാണ്. ഇന്ത്യയുടെ ആഭ്യന്തര ശത്രുക്കൾ 1 മുസ്ലിങ്ങൾ, 2 ക്രിസ്ത്യാനികൾ, 3 കമ്മ്യൂണിസ്റ്റുകാർ, ഇവരെ ഇവിടുന്ന് ഇല്ലാതാക്കാൻ നിങ്ങൾ പണിയെടുക്കേണ്ടത്. നിങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യരുത്, നിങ്ങൾ ഈ ആൾക്കെതിരെ സമരം ചെയ്യ് എന്ന് കൃത്യമായിട്ട് RSSകാർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് മിണ്ടൂല, അത് മിണ്ടിയ പ്രശ്നമാണല്ലോ. അത് പോട്ടെ, നമ്മൾ പറഞ്ഞാലത് ഇങ്ങനെ എവിടേക്കും എത്തിപ്പോകും. നാസറാക്കിന്റെ പ്രശ്നം ഞാൻ പറഞ്ഞത് പ്രബോധനത്തിന്റെ 50ാം വാർഷിക പതിപ്പിന്ന് ഒരു ചെറിയ ഭാഗം അടർത്തിയെടുത്തിട്ട് അത് ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിയുടെ പേരിൽ അങ്ങോട്ട് വെച്ച് കെട്ടാൻ നോക്കിയതാണ്. ഇപ്പറഞ്ഞ കാശ്മീർ ജമാഅത്തെ ഇസ്ലാമി അത് ഇന്ത്യ ഗവൺമെന്റ് നിരോധിച്ചതാണ്. എന്നാൽ ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യൻ ഭരണഘടനാനുസൃതമായിട്ട് വളരെ ഭംഗിയായിട്ട് വൃത്തിയായിട്ട് ഇന്ത്യയിൽ ഒട്ടുക്കും കേരളത്തിൽ പ്രത്യേകിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ നിരോധിച്ചു കഴിഞ്ഞിട്ടുള്ള ഏതോ ഒരു സംഘടന അതിന്റെ പേര് എങ്ങനെ ഒന്ന് ഇതിനോട് ചേരുന്നുണ്ടെന്ന് കണ്ടപ്പോൾ അതിനെ ഇതിന്റെ മുകളിൽ കൊണ്ട് ഒട്ടിച്ച്. അപ്പൊ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, കാശ്മീരേടെ? ജമാഅത്തെ ഇസ്ലാമി അല്ലേ കാശ്മീരിൽ? ജമാഅത്തെ ഇസ്ലാമിക്കാരനോടുള്ള ആദ്യത്തെ ചോദ്യം ഇതാണ്, കാശ്മീർ ഇന്ത്യയിൽപ്പെട്ടതാണോ? നിങ്ങൾ അതിന് ഉത്തരം പറ. ദാവൂദ് പറ. ദാവൂദ് എന്നും രാത്രിയിൽ വിഷം തുപ്പുന്നുണ്ടല്ലോ, ആ തുപ്പുന്ന ചാനലിന്റെ കസേരയിൽ ഇരുന്ന് ദാവൂദ് പറ, ഈ കാശ്മീർ ഇന്ത്യയിൽപ്പെട്ടതാണോ അല്ലേ? അതാ നാസറാക്ക, കാശ്മീർ ഇന്ത്യയിലാണ്, ഒരു സംശയമില്ല. കാശ്മീർ ഇന്ത്യയിലാണെന്ന് മാത്രമല്ല, കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാണ്. കേരളം, നമ്മളെ കൊടിയത്തൂരുണ്ടല്ലോ, കൊടിയത്തൂർ എങ്ങനെയാണോ ഇന്ത്യയിലുള്ളത് അതുപോലെ തന്നെ കാശ്മീർ ഇന്ത്യയിൽപ്പെട്ടതാണ്. ഒരു സംശയ കാര്യത്തിലില്ല. അത് ഇനി പാകിസ്ഥാൻ അല്ല, സാക്ഷാൽ മക്കത്തെ രാജാവ് എന്ന് പറഞ്ഞാലും ജമാഅത്തെ ഇസ്ലാമിക്കാരനായ ഞാൻ പറയും, ഞങ്ങളൊക്കെ പറയും കാശ്മീർ ഇന്ത്യയിലാണ്. ആ ഇന്ത്യയുടെ ഭാഗമാണ്, കൊടുക്കൂല. അതിനൊന്നും ഒരു സംശയം, ഒരു തർക്കമില്ല. പക്ഷേ കാശ്മീരിൽ ഒരു ജമാഅത്തെ ഇസ്ലാമി വേറെ പ്രവർത്തിക്കുന്നുണ്ട്. അവർക്ക് അനുമതിയില്ല, ഇന്ത്യ ഗവൺമെന്റിന്റെ അനുമതിയില്ല. കാരണം എന്താ? നിങ്ങൾ പറഞ്ഞതാണ്, നിങ്ങൾ ഈ പറഞ്ഞ വിഘടന സംഘടനകളെ ഒരു പോറ്റുന്നുണ്ട്. കേരള മുസ്ലിം ജമാഅത്ത് എന്നൊരു സംഘടന ഉണ്ട് കേരളത്തിൽ. കേട്ട സ്ഥലങ്ങൾ നമ്മുടെ AP ഉസ്താദിന്റെ ആണ്. അപ്പൊ നിങ്ങൾ ജമാഅത്താണെന്ന് പറയുമ്പോൾ ഓലും കുറ്റത്തിൽ ഒലുങ്ങൊക്കെ വോട്ട് ചെയ്ത് വെറുതെ പറഞ്ഞു കൊണ്ടോ അള്ള വോട്ട് ഇട്ടിട്ട് ആളുണ്ടാ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കൊടിയത്തൂർ കുറെ വോട്ടുകൾക്ക് വെറുതെ പോയത് നിങ്ങൾ കുറ്റം പറഞ്ഞു നടന്നിട്ടാ. ഓണ ജമാഅത്ത് എന്ന് പറഞ്ഞാട്ട് കേരള മുസ്ലിം ജമാഅത്തിനൊക്കെ കൂട്ടിയാട്ട് ആ വോട്ടും കൂടെ കളയരുത് ദയവ് ചെയ്ത്. അപ്പോ കാശ്മീർ ജമാഅത്തെ ഇസ്ലാമി എന്ന ഒരു സംഘടനയുണ്ട്. അവര് ഇന്ത്യ ഗവൺമെന്റിനെതിരെ, ഇന്ത്യക്കെതിരെ പല പ്രവർത്തനങ്ങളും ചെയ്യുന്നുണ്ട്. ഇപ്പൊ പഹൽഗാമിലുണ്ടായ ആക്രമണം മൂക്ക് മുന്നോട്ടായ ഒരു ഇന്ത്യക്കാരനും അംഗീകരിക്കൂല. പഹൽഗാമിലല്ല, അതിനു മുമ്പ് പുൽവാമയിലുണ്ടായ ആക്രമണമായാലും ഇതൊന്നും നമ്മളാരും അംഗീകരിക്കണമല്ല. ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി അംഗീകരിക്കൂല ഒന്നും. പക്ഷെ കാശ്മീർ ജമാഅത്തെ ഇസ്ലാമി ചിലപ്പോൾ അംഗീകരിക്കും. ഇനി ഒരു മിനിറ്റ്, ഇതാ ഈ വീഡിയോ കേട്ടോ നിങ്ങൾ.
എന്തിനായിരുന്നു അബുലാല മൗദൂദിയെ അറസ്റ്റ് ചെയ്തത് പാക് ഭരണകൂടം? പാകിസ്ഥാൻ അന്ന് തന്നെ ഇന്ത്യൻ അതിർത്തിയിൽ കാശ്മീരിൽ നുഴഞ്ഞു കയറുക, അതിർത്തിയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക, ഈ കാര്യങ്ങൾ ചെയ്തിരുന്നു. ഇത് തെറ്റാണ്. ഇസ്ലാമിന്റെ രാഷ്ട്ര സിദ്ധാന്തത്തിനും രാഷ്ട്രീയ ധാർമ്മികതക്കും എതിരാണ്. പ്രത്യേകിച്ച് പാക് പ്രധാനമന്ത്രിയായിരുന്ന ലിയാഖത്ത് അലി ഖാനും ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും തമ്മിൽ നെഹ്റു ലിയാഖത്ത് കരാർ നിലനിർത്തിക്കൊണ്ട് അതിർത്തിയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത്, യുദ്ധ വിരുദ്ധ സമാധാന കരാർ നിലനിർത്തിക്കൊണ്ട് മറ്റൊരു രാഷ്ട്രത്തില് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് ഇസ്ലാമികമായി ശരിയല്ല എന്ന് ഖുർആനിലെ വചനങ്ങളുടെ വെളിച്ചത്തിൽ പാകിസ്ഥാനിൽ വളരെ ശക്തമായി പറഞ്ഞതിന്റെ പേരിലാണ് അബുലാല മൗദൂദി 1948 പാകിസ്ഥാനിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. കണ്ടില്ലേ എന്തിനാ മൗദൂദി സാഹിബിനെ പാകിസ്ഥാൻ ഗവൺമെന്റ് ജയിലിലാക്കിയെന്നറിയോ? ഈ പറഞ്ഞ കാശ്മീർ ജമാഅത്തെ ഇസ്ലാമിക്കാര് ഇന്ത്യക്കെതിരെ പ്രവർത്തിച്ചപ്പോൾ അത് ചെയ്യരുത് എന്ന് പറഞ്ഞതിനാണ് അബുലാല മൗദൂദിനെ പാകിസ്ഥാൻ ഗവൺമെന്റ് ജയിലിലാക്കിയത്. അത് ആ മനുഷ്യന്റെ ഒരു നന്മയാണ്. അയാൾ ഈ നാട്ടുകാരനായിരുന്നു. അന്ന് നാട്ടിലേക്ക് പോയി അവിടുത്തെ സിറ്റിസൺഷിപ്പ് ഒക്കെ ഏറ്റെടുത്തിട്ട് അവിടുത്തെ നാട്ടുകാരൻ ജീവിക്കുമ്പോഴും ഒരു രാജ്യത്തിനെതിരെ അനാവശ്യമായിട്ട് ആക്രമണം ചെയ്യരുത്, ആക്രമിക്കരുത് എന്നത് ആ മനുഷ്യന്റെ ആദർശത്തിന്റെ ഭാഗമാണ്. പിന്നെ നാസറക്കെ നിങ്ങളൊരു ചെറിയൊരു സഹായം നമ്മളെ ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി ചെയ്തിരുന്നത് എന്താ വെച്ചാൽ, നിങ്ങൾ സ്വന്തം ചെയ്യേണ്ടതല്ല, നിങ്ങളെ CPM-ന്റെ അഖിലേന്ത്യാ നേതാക്കന്മാരോട് പറഞ്ഞാൽ മതി. ഇന്നും നാളെ തിരക്കിട്ടൊന്നും കേട്ടോ, ഒരാഴ്ച കഴിഞ്ഞോട്ടെ അല്ലെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞോട്ടെ. ഇനി അതും അല്ലെങ്കിൽ ഇപ്പൊ നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ വരികയാണല്ലോ, അത് കഴിഞ്ഞിട്ടാക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാര്യമായി പണിയൊന്നുണ്ടല്ലോ, നിങ്ങൾക്ക് ഇരിക്കാലോ. ആ സമയത്ത് ചെയ്താൽ മതി. സംഭവം എന്താ വെച്ചാൽ, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഈ ചൈനയ്ക്ക് വല്ല അമ്മായി തക്കാരത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും അളിനക്കാരത്തിനൊക്കെ പോകുമല്ലോ, എന്താന്ന് സംശയമല്ലേ? അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുള്ള ആളുള്ളത് ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലേ, ഇന്ത്യയിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണല്ലോ. അപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തമ്മിൽ അളിയന്മാരും അമ്മമാരും അമ്മായിമാരൊക്കെ ആവൂലേ? അങ്ങനെ നിങ്ങൾ അമ്മായി തക്കാരത്തിന് പോകുമ്പോൾ, പിന്നെ അളിനക്കാരത്തിന് പോകുമ്പോൾ അവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരോട് പറഞ്ഞിട്ട് ഇന്ത്യയും ചൈനയും തമ്മിലൊരു പ്രശ്നമുണ്ട്, ഇന്ത്യൻ്റെ കുറച്ച് ഭൂമിയൊക്കെ ചൈനൻ്റെതാണെന്നാണ് ഒരു വരുന്നത്, അതൊന്ന് പറഞ്ഞ് തീർത്തു തരണം. ഇത് നാസറാക്കി നിങ്ങൾ ഞങ്ങളൊരു അപേക്ഷയാണ് കേട്ടോ, അതൊന്ന് നിങ്ങൾ പറഞ്ഞ് തീർത്തു തരണം. അത് നിങ്ങൾ ഒറ്റ ചെയ്യണ്ട, നിങ്ങൾ ആരും ഒന്ന് പറഞ്ഞാൽ മതി. നമ്മളെ അഖിലേന്ത്യാ നേതാക്കന്മാരോട് പറഞ്ഞിട്ടേ ഒന്ന് ശരിയാക്കിയാൽ മതി. ഒരു പോകുമ്പോൾ അത് പറഞ്ഞേക്കോളും, സംഗതി നടക്കും. ഇതൊക്കെ ഒന്ന് നടപ്പില്ല. അല്ല അതിൻ്റെ ഇടക്ക് ഓർന്നേക്കട്ടെ, കാശ്മീരിൽ നമ്മളെ ഈ റഹീമിൻ്റെയും ഒക്കെ ഒരു DYFI അവിടെ വേറെന്തോ ഒരു പേരിലാന്നൊക്കെ പറഞ്ഞേക്കണേ, ശരിയാണോ? എനിക്കറിയില്ല, എന്തോ ഒരു ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമ്മളെ വസീഫിൻ്റെ ഒക്കെ DYFI അവിടെ അപ്പേരിൽ തന്നെയാണോ? അല്ലാതുകൊണ്ട് വേറെ എന്തോ ഒരു പേരാവുന്നുണ്ടല്ലേ. ആകോട്ടെ കുട്ടാളി. ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി 10-75 കൊല്ലമായിട്ട് ഇന്ത്യ മഹാരാജ്യത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ കാലത്തിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു സംഗതി രാജ്യത്തിനെതിരായിട്ട് ജമാഅത്തെ ഇസ്ലാമി ഒളിവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഞാനെന്തിനാ കേട്ടോളി, ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ്, വളരെ സുതാര്യമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ്. ജമാഅത്തുകാർക്കിടയിൽ ജീവിക്കുന്ന ജനങ്ങളുണ്ടാവും, ജമാഅത്തെ ഇസ്ലാമുമായി സഹകരിക്കുന്ന ജനങ്ങളുണ്ടാവും. അതിൻ്റെ പ്രസിദ്ധീകരണങ്ങളുണ്ട്, അതിൻ്റെ പ്രഭാഷണങ്ങളുണ്ട്, അതിൻ്റെ നിലപാടുകളുണ്ട്, അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകളുണ്ട്. കേരളത്തിൽ നിങ്ങളൊക്കെ പരിശോധിക്കേണ്ടത് അതിൻ്റെ വാക്കിൽ, പ്രവൃത്തിയിൽ, പ്രഭാഷണത്തിൽ, വിഷ്വൽ കണ്ടന്റിൽ ഏതെങ്കിലും ഒന്നിൽ വർഗീയത എന്ന് പറയണ്ട, വർഗീയതയുടെ ഒരു അംശം നിലനിൽക്കുന്ന, പരമത വിദ്വേഷത്തിൻ്റെ ഏതെങ്കിലും ഘടകം ഉൾക്കൊള്ളുന്ന, ബഹുസ്വര സമൂഹത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തിൽ അലോസരം സൃഷ്ടിക്കുന്ന, കേരളത്തിൻ്റെ സോഷ്യൽ ഫാബ്രിക്കിന് ഏതെങ്കിലും അർത്ഥത്തിൽ ഡാമേജ് ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു ഘടകം പറയാൻ 7.5 പതിറ്റാണ്ടിനിടയ്ക്ക് കഴിയില്ല എന്ന് ജമാഅത്ത് ഇസ്ലാമിയെ കുറിച്ച് എനിക്ക് പറയാൻ പറ്റും. കേട്ടില്ലേ നാസറാക്കേ? ഈ ജാതി ഒരു വർത്താനം നമ്മളെ പിണറായി വിജയനോ ഗോവിന്ദ മാഷക്കോ പറയാൻ കഴിയൂല. അത് കഴിയൂല. നമുക്കറിയാലോ CPM കൂടെ കാട്ടിക്കൂട്ടുന്ന എന്തൊക്കെയാണ്. ഇന്ത്യയിലെ കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഇന്ത്യ മഹാരാജ്യത്ത് ചെയ്തു കൂട്ടിയത് എന്തൊക്കെയാണെന്നുള്ളത് ചരിത്രം മുമ്പിലുണ്ടല്ലോ. അതുകൊണ്ട് ഇജാതൊരു വർത്താനം അന്തസ്സുണ്ടെങ്കിൽ എന്ന് പറയും. നിങ്ങൾ നേരത്തെ ദാവൂദിനെ വെല്ലുവിളിച്ചില്ലേ, അവിടുത്തെ ഒരു വെല്ലുവിളി അങ്ങോട്ട് കൂടി. ഈ കോളത്തെ ഒരു വർത്താനം നിങ്ങളെ പിണറായി വിജയനോ ഗോവിന്ദ മാഷോ പറയാന്നുണ്ടെങ്കിൽ അതൊന്ന് കാണാൻ. ഇനിയിപ്പോൾ നമുക്ക് പറയാനുള്ളത്
ഇടതുപക്ഷം LDF മൊത്തം അറബിക്കടലിൽ കലങ്ങിപ്പോയതാണ്. അങ്ങനെ പറയണ്ട. അറബിക്കടൽ എന്ന് പറയുമ്പോൾ അതിൽ അറബി ഉണ്ടല്ലോ. അറബി എന്ന് പറയുമ്പോൾ നമ്മളെ മോഡിയാട്ടിന് പറ്റൂല, മൂപ്പർക്ക് പിടിക്കൂല. മോഡിയാട്ടിന് ഇഷ്ടമില്ലാത്തൊന്നും പറയരുതെന്നാണ് നമ്മൾ കേരളത്തിലെ ഒരു വെപ്പ്. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, LDF കൂടി ആകാശത്തായിട്ട് പാറിപ്പോയി, എവിടെയോട് പാറിപ്പോയി, അങ്ങനെ വെക്കുക. അങ്ങനെ പാറിപ്പോയത് എങ്ങനെയാണ്, എന്തൊക്കെയാണെന്നുള്ളത് അതിനെ പറ്റിയൊന്ന് പറഞ്ഞു നോക്കാം. നമ്മൾ ഇതാകട്ടുള്ളൂ. ഈ കപ്പൽ ആടി ഉലയുകയില്ല സാർ. സാർ, ഇതിനൊരു കപ്പിത്താനുണ്ട്. നവകേരളത്തിന്റെ തീരത്തേക്ക് ഈ കപ്പൽ അടുത്തുകൊണ്ടിരിക്കുകയാണ് സാർ. ഈ കപ്പൽ ആടി ഉലയുകയില്ല. തൽക്കാലം ജനമത തള്ളി കരയ്ക്ക് കയറ്റി വെച്ചിരിക്കുകയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ LDF നല്ല ആത്മവിശ്വാസത്തോടെയാണ് തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്തത്. അങ്ങനെ പടക്കടകുദാഹവ ഇത് ഈ പെൻഷൻ തെരഞ്ഞെടുപ്പിനെ തലേന്ന് കൊണ്ടേ കൊടുക്കുമ്പോൾ തന്നെ KC വേണുഗോപാൽ പറഞ്ഞാണ് ഇത് ശരിയല്ല കേട്ടോ, ഇത് മോശമാണെന്ന് പറഞ്ഞപ്പോൾ കേസിനെ കൊള്ള തിരിഞ്ഞ എല്ലാവരും കൂടിയും സഖാക്കളെ കൂടിയും ഹാരളക്കി പാഞ്ഞ് പെൻഷൻ കൊടുത്തതിന് കുറ്റം പറഞ്ഞ് അതിനെതിർത്തതല്ല. അതാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പിന്നെ പറഞ്ഞത്, അഭിമാനം വിട്ടിട്ട് കളിക്കില്ല മലയാളി എന്ന് വെച്ചാൽ നിങ്ങളൊരു നക്കാപ്പിച്ച് എന്തോ കൊണ്ടേ കൊടുത്തിട്ട് വോട്ട് തരിക പറഞ്ഞാൽ അത് മലയാളിയുടെ അഭിമാനത്തെ തൊട്ട് കളിയാണ്. അതിന് മലയാളം തരൂല. അങ്ങനെ അഭിമാനം തൊടാൻ വന്നാൽ മലയാളി ആട്ടി. ഇതിപ്പോ ഇങ്ങനെ പറയാൻ തുടങ്ങിയാൽ തീരൂല, കുറെ പറയണ്ടാവും. അതുകൊണ്ട് നമുക്ക് ചുരുക്കുക. ഒരു കാര്യം കൂടെ പറയട്ടെ. GP കുഞ്ഞബ്ദുള്ള എന്ന പേരിൽ അറിയപ്പെടുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട GP പാട്ട് എഴുതാൻ തുടങ്ങിയത് ഇന്നും ഒന്നൊന്നല്ല. സംസ്കാരങ്ങളെ ഗീതം കേൾക്കാം ഇത്തിരി നേരം. ഇഷ്കിൻ താഴ്വരയിൽ പണിയാം നവലോകത്തിന്റെ മിനാരം. പേർഷ്യൻ സംസ്കാരങ്ങളെ ഗീതം കേൾക്കാം ഇത്തിരി നേരം. ഇഷ്കിൻ താഴ്വരയിൽ പണിയാം നവലോകത്തിന്റെ മിനാരം. കപ്പിനെ വരവേൽക്കാൻ അരങ്ങുണരുന്നേ. മേഘസഫുകൾ ആനന്ദത്താൽ നൃത്തം ചവിട്ടുന്നേ. ചെന്ന് കണ്ടിടേണം മുത്തിൻ നാടിൻ ഫുട്ബോൾ മേള. വന്ന് സന്തോഷിക്കാം ഖത്തറിൽ ആഘോഷത്തിൻ വേള. കഴിഞ്ഞ ഫിഫ വേൾഡ് കപ്പിന് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് GP എഴുതിയ ഒരു പാട്ട് സമർ TV ആണ് അത് പൂർണ്ണമായിട്ടും ചെയ്തിട്ടുണ്ട്. സമർ TVയിൽ സമർ വീടിന് റെക്കോർഡ് ചെയ്ത് അവിടെ തന്നെ ഷൂട്ട് ചെയ്ത് നമ്മൾ ഔട്ടിറക്കിയ ഒരു പാട്ടാണ്. അതാണെന്ന് പ്രത്യേകമായിട്ട് എടുത്ത് കാണിച്ചത്. നമ്മുടെ GP ശബരിമല സ്വർണ്ണക്കുള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പാട്ട് എഴുതി. തെരഞ്ഞെടുപ്പ് കാലത്ത് UDF-ന് വേണ്ടിയിട്ടാണ് ആ പാട്ട് എഴുതിയത്. പാട്ട് അങ്ങോട്ട് ഹിറ്റായി, അത് ജനങ്ങളെ സ്വാധീനിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ള മൂടി വെക്കാൻ LDF CPM ഒരുപാട് ശ്രമിച്ചിട്ടും ഈ പാട്ടിലൂടെ അത് വീണ്ടും പുറത്തേക്ക് വന്നു. അത് ഇലക്ഷനെ ബാധിച്ചു, വോട്ടിനെ ബാധിച്ചു. LDF തോറ്റു തുന്നം പാടി. ഇപ്പൊ ഇതൊക്കെ കൂടെ കഴിഞ്ഞിങ്ങനെ അന്വേഷിച്ച് നോക്കുമ്പോൾ പാട്ടിന് ഒരു പ്രശ്നമായിട്ട് തോന്നി. പാട്ടിനെതിരെ കേസാണല്ലോ. ഞാൻ അതിനെപ്പറ്റി അധികമൊന്നും പറയുന്നില്ല, എല്ലാവർക്കും അറിയാം. പാട്ട് ആളുകൾ കാണാതെ പഠിച്ചു കേട്ട് ഇപ്പൊ ഇന്നൊരു വീഡിയോ കണ്ട് ചൈനയിലൊക്കെ ഈ പാട്ട് എത്തിയിട്ടുണ്ടല്ലോ. എടെ ഇവിടെ കമ്മ്യൂണിസ്റ്റ് ചൈനയിലേ പാട്ട് എത്തിയെന്ന് നസ്രാഖേ, എന്താ ഇപ്പൊ കഥ? ഇപ്പൊ പുതിയ വർത്തമാനം എന്ന് കേട്ടതാ GP അടുത്ത പാട്ട് എഴുതിയെന്ന്. ഈ പാട്ടിന് രണ്ടാം ഭാഗം, പാട്ടിന്റെ വിഷയം എന്താണെന്നറിയോ? ജയിലിലായിട്ടുള്ള സഖാവ് മുഖ്യമന്ത്രിക്ക് കത്തെഴുതാണ്. ആ കത്താണ് പാട്ടായിട്ട് വരുന്നത്. ഞാനിങ്ങനെ ആലോചിക്കുക, പണ്ട് നമ്മുടെ SA ജമീലിന്റെ കത്ത് പാട്ട് സൂപ്പർ ഹിറ്റായിരുന്നല്ലോ. അതുപോലെ പുലിക്കോട്ട് ഹൈദറിന്റെ ഒരു കത്ത് പാട്ടുണ്ട്. ബെല്ലാരി ജയിലിലേക്ക് മറിയക്കുട്ടി എന്ന് പറഞ്ഞ പെണ്ണ് അവിടെ ഭർത്താവ് എഴുതുന്ന ഒരു കത്ത്. ഇങ്ങനെ ഈ കത്ത് പാട്ടുകളൊക്കെ ഹിറ്റായതുപോലെ GPയുടെ ഈ കത്ത് പാട്ടും ഹിറ്റാവട്ടെ എന്ന്